പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാട്ടോ. ചില സമയങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞുനാളിലൊക്കെ അപ്പനും അമ്മയൊക്കെ പറയും, അഹങ്കാരത്തിൻ്റെ വാക്കുകളൊന്നും പറയല്ലേടാ, ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേടാ, എളിമയോട് സംസാരിക്കടാ എന്നൊക്കെ പറയും. അപ്പം അന്ന് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല, ഇന്നത് മനസ്സിലാകുകയാണ്. അതായത് എളിമയോടെ നമ്മൾ ജീവിച്ചാലേ, എളിമയോടെ ദൈവത്തിൻ്റെ മുന്നിലായാലേ ദൈവം നമുക്ക് മറുപടി തരുള്ളൂ. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, സങ്കീർത്തനം 34:6, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിക്കുമ്പോൾ ആ കർത്താവ് കേൾക്കുക. എളിയവൻ അഹങ്കാരത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കൂല. എളിമയോടെ വേണം പ്രാർത്ഥിക്കാൻ. നിന്റെ എല്ലാം ഈശോയ്ക്ക് അടിയറ വയ്ക്കണം. ഈശോയുടെ മുന്നിൽ ഏറ്റവും സിമ്പിളായിട്ടും താഴ്മയോടെയും കൂടെ നിന്നാലാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ ഫരിസേനെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ ആളൊക്കെയാണ് അവൻ, പക്ഷെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മറ്റേ ആളോ, ചുങ്കക്കാരനോ, അവൻ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ്റെ എളിമയിലാണ് കർത്താവ് കടാക്ഷിക്കണേ, കർത്താവ് അവനെ അനുഗ്രഹിക്കണേ. ഒത്തിരി പണക്കാർ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നുണ്ട് സമൃദ്ധിയിൽ നിന്ന്. പക്ഷെ ഒരു വിധവ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവൾക്കുള്ള ആ ചെമ്പ് നാണയങ്ങൾ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. എളിമയാണ്, താഴ്മയാണ്. അതിനപ്പുറത്തേക്ക് അവൾക്കൊന്നും കൊടുക്കാനില്ല. ആ എളിമയിലേക്കാണ് കർത്താവ് ഇറങ്ങിച്ചെല്ലുക. അതുകൊണ്ട് ഒരു താഴ്മയോടെ ജീവിക്കാം, എളിമയോടുകൂടി ജീവിക്കാം. നമ്മുടെ കർത്താവ് കണ്ടില്ലേ, ഏറ്റവും എളിമപ്പെട്ടു. ഇതിനേക്കാളും ഒരാൾക്ക് എങ്ങനെ എളിമപ്പെടാൻ പറ്റുക? ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അടിമകൾ ചെയ്തിരുന്ന പ്രവൃത്തി ദൈവം ചെയ്തു, എന്നിട്ട് ചുംബിച്ചു. പിന്നെ കുരിശിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒന്നുമില്ലാതായി, എളിമപ്പെട്ടു. കുരിശുമരണത്തോളം എളിമയുള്ളവനായി, അനുസരണയുള്ളവനായി. അതുപോലെ എല്ലാവരോടും അച്ഛൻ പറയാണ്, എളിമയോടെ പ്രാർത്ഥിക്കണം. ഹന്നാ പ്രാർത്ഥിച്ചതുപോലെ എളിമയോടെ പ്രാർത്ഥിക്കണം. മാതാവ് ദൂതനോട് സംസാരിച്ചതുപോലെ എളിമയോടെ സംസാരിക്കണം. ഇപ്പം താഴ്മയോടെ സംസാരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എളിമയോടെ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.